Hidden deep in the mountains of Arunachal Pradesh lies a place that doesn't feel like India at all. Welcome to Mechuka, a land where time slows down and peace takes over, surrounded by endless green valleys and guarded by silent mountains. This is not just a destination. മെച്ചുക്ക വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ പോകാൻ തോന്നുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. ഇറ്റ്സ് റിയലി നൈസ് സ്ഥലം, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ആക്ച്വലി ഇവിടെ വന്നപ്പോൾ തൊട്ട് ഞാൻ വിചാരിക്കുന്നതാണ് ഇവിടെയുള്ള വീടുകളും ഇവിടെയുള്ള ആൾക്കാരുടെയൊക്കെ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കണമെന്നുള്ളത്. അപ്പം ഇന്ന് അതെടുക്കാമെന്നുള്ള പ്ലാനിലാണ് ഞാനും നമ്മുടെ നേപ്പാൾ ബ്രോയും കൂടെ. ഓക്കെ ഓക്കെ. സാറിന് ഇങ്ങോട്ട് അത്ര മഴയില്ല, പക്ഷേ ഇന്നിവിടെ ഫുൾ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. Yesterday, Sudhir and I planned to cross this river when it was calm and low, feeling like an easy path ahead. But after a night of heavy rain, everything changed. The river rose, turning strong and unpredictable. So we let go of the plan and chose to wander through the rest of Mechuka instead. ഇവിടെ ഇവൻ ഒരു പുല്ലാണെങ്കിൽ പോലും അതിനെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നോക്കിയാൽ ലെഫ്റ്റ് സൈഡ് കുറേ നൈസ് ഹോം സ്റ്റേസും കാര്യങ്ങളൊക്കെയാണത്. Later, we came to know about a monastery hidden somewhere ahead. Okay. With time on our side, we had two choices, left or right. As we continued the ride, a small village appeared along our path, calm and full of life. ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര വെൽക്കമിങ് ആണ്, ഭയങ്കര സ്നേഹമാണ് കേട്ടോ അവർക്കൊക്കെ. എനിക്കറിയില്ല എല്ലാവരും അങ്ങനെയാണോ എന്ന്, ബട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തന്നു. പിന്നെ ഇവിടെ നിങ്ങൾ മാക്സിമം എന്ത് വേണേലും എടുത്തോ, ഫോട്ടോയൊക്കെ എടുത്തോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കമ്പനി. മൈ ഗോഡ്. ഇവിടെ കഴിയാൻ തോന്നുന്നു കേട്ടോ. ഇവിടെ നോക്കിയാൽ താഴെയുള്ള നമ്മുടെ മെച്ചുക്ക ടൗൺ ഫുള്ള് കാണാൻ പറ്റും കേട്ടോ. And there it was, the monastery waiting quietly in the mountains. The Samten Yongcha Monastery is a 400-year-old wooden Mahayana Buddhist skamba perched on a hilltop in Mechuka, Arunachal Pradesh, known as one of the oldest monasteries in the region. It houses ancient statues of Guru Padmasambhava and masks for ceremonial dances, offering stunning views of the valley and Siom River. After the monastery, the road led us into a no man's land, silent, vast, and untouched. Oh man. Wow. ഫുൾ നോമാൻസ് ലാൻഡായിട്ട് കിടക്കുകയാണ്. അങ്ങപ്പുറമായിട്ട് മാത്രം കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ കാണാം. ആ വീടുകളൊക്കെ ആണെങ്കിലും വളരെ കളർഫുള്ളായിട്ടുള്ളത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വേറെ കൺട്രിയിലൊക്കെ വണ്ടി ഓടിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് ഇതിൽ വരിക. അത് മെച്ചുക്ക ശരിക്കും പറഞ്ഞാൽ മോട്ടോർ സൈക്കിൾ എടുത്ത് എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഭയങ്കര അഡ്വഞ്ചറസ് ഒന്നുമല്ല, പക്ഷേ ഇങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ കണ്ട് ആ ഒരു
എന്താ പറയുക, മനസ്സൊക്കെ ഭയങ്കര ഒരു ചില്ലാക്കി വണ്ടി ഓടിക്കാൻ പറ്റും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് ഫീൽ ചെയ്ത് വണ്ടി ഓടിക്കാൻ പറ്റുന്ന കുറേ ട്രാക്സ്. അങ്ങനെ റഷില്ല, ഇൻകമിങ് വെഹിക്കിൾസ് ഇല്ല, ബഹളമില്ല. ഓ ഇതൊരു വേറെ മൂഡാണ്. അവനിവിടെ വൈൽഡ് ഹോഴ്സസ് ഒക്കെ ചുമ്മാ നടക്കുന്നതൊക്കെ കാണാൻ പറ്റും കേട്ടോ. ശരിക്കും ദിസ് ഈസ് അനദർ വേൾഡ്, ആബ്സല്യൂട്ട്ലി അനദർ വേൾഡ്. നമ്മളങ്ങനെ വേറെ ഏതോ ഒരു പുതിയ വില്ലേജിലേക്ക് കയറിയേക്കാണ് കേട്ടോ. ഡച്ചൻ പാങ് എന്നാണ് അതിൻ്റെ പേര്. And by the end of it all, we found ourselves back in Machuca town. As time kept passing, the rain slowly began to fall. By evening, with the help of the homestay boy, we decided to go and see an old bridge nearby. You gotta show your teeth, red and white. Oh, get up, the time has come. Yeah, better round. After that, he took us to another place he knew. Hey, take the rain away. Take 'em away. Yeah. To get out of the home is And so we once again reached a truly beautiful spot in Machuca. under the rug, all my problems that I shove. I got nightmares in my head, I fear that the thoughts build up until I can't hear, that my mind fills up into a creature, and it haunts me somewhere much deeper. I got nightmares in my head, I fear that the thoughts build up until I can't hear, that my mind fills up into a creature, and it haunts me somewhere much deeper. I've been feeling weird, I can't seem to focus good enough. Nothing's really clear, sometimes it could be a little tough. I just need to feel like the end's in sight for me, but let's be really real, anxiety can foggy all this stuff. I've been feeling weird, I can't seem to focus good enough. Nothing's really clear, sometimes it could be a little tough. I just need to feel like the end's in sight for me, but let's be really real, anxiety can foggy all this stuff. It sucks. During our journey, we once again met the man we had encountered in our first Machuca episode. He warmly invited all of us to his home, suggesting we have some coffee together before moving on. Overjoyed by his kind invitation, we all gladly went inside and decided to share a cup of coffee with him. मेरा सुधीर मेरा सुधीर सुधीर Sudir. भाई का सोलोमन हमारा संगे At a moment like this, I found myself thinking how beautiful this world is, and how peacefully the people here live, watching each person they met, the way they spoke, the love they shared. Even if I didn't understand their language, through that simple cup of tea, I could feel the warmth of their hearts, their innocence, and the special essence of this place. And so that day came to an end there, marking the beginning of a new day in Machuca. Now it's raining, no? That very morning, I took my motorcycle and decided to head to a place in Machuca that felt the most special to me.
അപ്പോൾ ഇത് നമ്മുടെ മെച്ചുക്കയിലെ ഫൈനൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ മെച്ചുക്കയിലേക്ക് വന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് കണ്ട് വണ്ടറായി ഇറങ്ങി ആ ഒരു സെയിം സ്ഥലത്ത് തന്നെയാണ് ഞാനിപ്പോൾ ഉള്ളത്. എൻ്റെ പുറകിൽ നിങ്ങൾക്ക് മെച്ചുക്ക മൗണ്ടൻസും കാര്യങ്ങളൊക്കെ കാണാം. ആക്ച്വലി ഞാൻ വന്ന സമയത്ത് ഇവിടെ പുഴയും കാര്യങ്ങളൊക്കെ വളരെ ചെറിയ രീതിയിലായിരുന്നു ഒഴുകിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് 2 ദിവസം നല്ല മഴയായിരുന്നു. അവിടെ തന്നെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഗ്രീനറി സ്ഥലത്തുനിന്ന് ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലത്തുനിന്ന് പോകാൻ തന്നെ തോന്നുന്നില്ല എന്ന് പറയാം. Just as we had thought the day before we couldn't cross the river with our motorcycles, so today Sudi and I decided to attempt a smaller mud crossing instead. പച്ചവിരിച്ച താഴ്വാരങ്ങൾ, എൻ്റെ ദൈവമേ, ഇപ്പോൾ പടിവാളി തന്നെ കേട്ടോ. Even though the rain had just started to fall, we decided to spend a little more time here. ബ്രിഡ്ജിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഈ ഒരു ബ്രിഡ്ജ് കണ്ടിട്ട് അത്ര സേഫായിട്ട് തോന്നുന്നില്ല, പക്ഷേ കുഴപ്പമില്ലാന്നൊരു വിശ്വാസത്തിൽ പോവാണ്. ഇതാണ് കേട്ടോ അതിൻ്റെ റൂട്ട് വരുന്നത്. ഒരു പാട്ട മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞങ്ങളെ देखो ना लकड़ी कितना आ रहा देखा है आग जलाने इसको क्या बोलते हैं लूबे ലൂബേ. It was at this place that I saw a little girl who had come to watch the cows and goats. She was smiling and talking with us, and just seeing her brought a lot of joy. But when we asked if she went to school, she quietly said she didn't go to study at all. She said it with a small, innocent smile, yet those words weighed heavily on my heart. Seeing the face of this little girl for the first time, smiling yet carrying such a truth, brought a deep inexplicable sadness to me in that moment. ഒരു റിയൽ ആയിട്ടൊരു ട്രാവൽ എന്ന് പറയുന്ന സംഭവം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ട്രാവൽ ചെയ്യുന്ന സ്ഥലങ്ങളിൽ കുറച്ച് ദിവസം പോയി സ്റ്റേ ചെയ്ത് അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ അവിടുത്തെ ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ച് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും ട്രാവൽ എന്ന് പറയാൻ പറ്റുള്ളൂ. ജസ്റ്റ് വെറുതെ പോയി ഒരു സ്ഥലം കണ്ട് തിരിച്ചു വരുന്നതിനോട് ഒരു ട്രാവൽ എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. By evening, our homestay boy took us to a spot from where we could see Machuca from above. മെച്ചുക്ക ടൗണിൻ്റെ വ്യൂ ആണ് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ റൂഫ് നോക്കി ഭയങ്കര കളർഫുള്ളാണ് കേട്ടോ. യെല്ലോ, ബ്ലൂ, റെഡ് അങ്ങനെ പല കളർ എടുത്തിട്ട് സച്ച് എ ബ്യൂട്ടിഫുൾ വ്യൂ ഗൈസ്. ഇത് നോക്കിയാൽ നൈസ് വാലീസ് കേട്ടോ. On the way back to our homestay after seeing that place, this little incident happened. കേരള ഞാൻ എറണാകുളം. എന്തോ അതെ 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 സൈഡിലേക്കൊക്കെ ഒറ്റയ്ക്ക് വന്നേ. ഒരു സെക്കൻഡേ. ഞങ്ങളിത് ഇവിടെ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ നിർത്ത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെ പയ്യനാണ്. അപ്പോൾ അവൻ മറ്റേ ടൂറിസ്റ്റ് കോട്ടേജ് എന്ന് പറഞ്ഞിട്ടുള്ള
ഇവിടെ റൈറ്റ് സൈഡിലെ ആ നമ്മൾ മെച്ചുക്ക് എത്തുന്നതിന് മുന്നുള്ള. ഹീസ് ഫ്രോം കേരള. നേപ്പാൾ ഇതിൻ്റെ കൂടെ ഉള്ള അല്ല ആള് ഇവിടെ വെച്ച് കിട്ടിയതാ. റൈഡർ തന്നെ അവിടെ നിന്ന് വണ്ടി എടുത്ത് എൻ്റെ ഒരു സോളമൻ. എങ്ങനെ വന്ന ഇവിടെ ഒറ്റയ്ക്ക് ബൈക്കിന്നെ അവിടെ നിന്ന് നാട്ടിൽ ഞാൻ രജിസ്ട്രേഷൻ കണ്ടാ ചോദിച്ചു. ഞാൻ അവിടെ നിന്ന് വണ്ടി ഓടിച്ചിങ്ങ് പോതാ. എത്ര ദിവസം എടുത്ത്? ഞാനിപ്പോ കൊറേ അവിടെ തവാങ്ങൊക്കെ പോയി അങ്ങനെ കറങ്ങി വരുന്ന. നമ്മൾ പോകുമ്പോഴും അങ്ങനെ ചിലപ്പോൾ അവിടെ ഇടി ഇവിടെ ഇടി നമ്മൾ നടക്കായി ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ. അതാ പറഞ്ഞു അവരും പറഞ്ഞു ചിലപ്പോ അങ്ങോട്ടും പോലെ ഇങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ചായ പിടിച്ചിട്ട് അവിടെ ചായ ഉണ്ടോ? ചായ ഇവിടുത്തെ അതാണ് ഇത് കമറ കഫേ ഇത്. ഓക്കെ. നമ്മളങ്ങനെ ഒരു മലയാളി ആർമി ഓഫീസർ വഴി വെച്ച് കണ്ടു കേട്ടോ. KL രജിസ്ട്രേഷൻ വണ്ടി കണ്ടപ്പോൾ ആൾ നിർത്തിയാണ്. അപ്പോൾ ആൾ നമ്മളെ ചായ പിടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും ചായ കുടിക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ലോ, പക്ഷേ ഇവരുടെ കൂടെ ചായ കുടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് തിങ്. വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതുപോലെ നമ്മുടെ കേരള രജിസ്ട്രേഷൻ വണ്ടി കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. അതിപ്പോൾ ആരായാലും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മളാണെങ്കിൽ പോലും റൈഡ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു KL രജിസ്ട്രേഷൻ മറ്റൊരു വണ്ടി കാണുവാണെങ്കിൽ നമുക്കുള്ളിലൊരു സന്തോഷം വരും. അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഇവിടുത്തെ ഒരു ആർമി കഫേ ഉണ്ട്, അവിടെ പോയി ചായ കുടിച്ചിട്ട് പോവാം. It may have been a small moment, but seeing an army officer from Kerala all the way here in the farthest corners of India and being invited by him for a cup of coffee was truly special. Until then, I hadn't really been able to converse in Malayalam with anyone here, but for a little while I got to talk with him. That simple moment became the happiest of the day. Being able to speak with an army officer, sharing words from the heart and feeling the warmth of his hospitality made it unforgettable. Thank you, Prasanth. Some journeys and some places in life are impossible to forget. The beauty of these places, the way the people live, always leaves a lasting impression on our hearts. True happiness sometimes comes hand in hand with small moments of pain, and those are the journeys that teach us the most. When you travel in a way that feels right to you, there's nothing in this world that can take that away. Those moments bring joy, peace, and a sense of confidence, a deeper connection with yourself. And so, this small ride in Machuca has found its place among the few journeys in life that I will never forget.